നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് സ്കിന്നൊന്ന് ഗ്ലോയോട് കൂടി ഇരിക്കുക. ഗ്ലോ എന്നല്ല, വെളുക്കുക. മെയിനായിട്ട് അത് തന്നെയാണ്. മുഖം ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇത് മതി. കണ്ടോ, ക്രീം പോലെ, കണ്ടോ, ലോഷൻ പോലെ എന്നൊക്കെ പറയാം. നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നോട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ സ്കിന്നിൽ നല്ല മാറ്റം വന്നു പറഞ്ഞാൽ നല്ല മാറ്റം വന്നു. കാരണം വേറെ ഒന്നുമല്ല, സ്കിന്ന് ശ്രദ്ധിച്ച സമയത്ത് നല്ല ഗ്ലോയും നല്ല വെളുപ്പും, പിന്നെ എന്താ പറയുക, മുഖത്ത് പാടുകളോ കുത്തുകളോ അലച്ച ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ പിഗ്മെൻറ്റേഷൻ പിന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്കിന്നിൽ ഒട്ടും തിരിഞ്ഞു നോക്കാതാവുമ്പോൾ അത് നമുക്ക് ഒരു റിസൾട്ടും തരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നിൽ എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റണില്ല. വീട്ടിലത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് വേണം നമുക്ക് രാവിലെ ജോലിക്ക് പോകാൻ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ സമയം 7 മണിയാവും. അപ്പോൾ നമുക്ക് വെയിലൊന്നും കൊള്ളേണ്ട, ഉള്ളിലിരുന്നിട്ടുള്ള പണി തന്നെയാണ്. നമുക്ക് എല്ലാ ഇതും ഉണ്ട്. വീട്ടിലിരിക്കുമ്പോൾ അതൊരു ഫാൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകും. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ വീട്ടിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകും, മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്. അതുമാതിരി തന്നെ സൺസ്ക്രീൻ ചിലപ്പോൾ എനിക്ക് എൻ്റെ തോന്നൽ പോലെ കേട്ടോ, ചിലപ്പോൾ രാവിലെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കൊന്നും തേക്കാറില്ല. പക്ഷേ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്, ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മളൊന്ന് നോക്കും, എങ്ങനെ എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാതെ ആയപ്പോൾ അതിൻ്റേതായ ആ ഒരു വ്യത്യാസം എനിക്ക് നല്ല പോലെ അറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഇപ്പോൾ ഇനി തൊട്ടിട്ട് വൈകിട്ട് വന്നിട്ടാണ് വെച്ചാലും ഓരോ പാക്ക് ഇടുക. അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇനി എനിക്ക് എൻ്റെ സ്കിന്നിനെ ആ പഴയ പോലെ നമ്മുടെ എന്താ പറയുക 2 മാസം മുമ്പ് എൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും കൂടാ, ഡെയിലി ഞാൻ ചെയ്യണത് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അതിൻ്റേതായ ആ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പായി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കേട്ടോ. മുഖം വെളുക്കാൻ നല്ലപോലെ സഹായിക്കും. മുഖം വെളുക്കണതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മെല്ലെ മാഞ്ഞു പോവും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെച്ചാൽ അതൊക്കെ മാഞ്ഞു പോകും. അത് നല്ലപോലെ സഹായിക്കും. ഡെയിലി ഉപയോഗിക്കണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒന്നും മാറ്റം പറ്റില്ല. പക്ഷേ പെട്ടെന്ന് ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ടാൻ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അന്നത്തെ ടാൻ മാറ്റിയെടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട്. സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഉണ്ടാക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ആവശ്യം അരിപ്പൊടിയാണ്. നല്ല നൈസ് പൊടി ഇടുന്നത് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ പുട്ടിൻ്റെ പൊടിയാണുള്ളത്, അതുകൊണ്ട് ഞാനത് എടുത്തിക്കണത് കേട്ടോ. നല്ല പച്ചരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കത് 1 സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം പാലാണ് ആവശ്യം. പാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ്. അത് നമുക്കതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ മിക്സ് ആയിട്ടില്ല. നമുക്കത് കുറച്ചും കൂടി പാല് വേണം. അപ്പോൾ പാൽ ഇത്തിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. കാച്ചാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ എടുക്കുക. ഇനി പാൽ ഒട്ടും പറ്റാത്ത ആളാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് ചേരണത് ഏതാണ്, തൈരോ റോസ് വാട്ടറോ ഏതാണെങ്കിലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മുടെ അരി. കൊറിയൻ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരിയാണ്. അപ്പോൾ അരി നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മർത്തുള്ളതിന് അത്ര വലിയ വിലയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ പോലും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയ കാരണം ഞാൻ അന്ന് കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 കൈയും കാലും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് ഒരുപാട് പേര് നോക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പിന്നെ അത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണിത് കേട്ടോ. ഇത് ഈ 2 ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഞാനിതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. വെറും നമ്മുടെ പച്ചരിപ്പൊടി അതുപോലെ തന്നെ പാൽ എല്ലാ സ്കിന്നിലേക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ചേരണ ഏതാണെന്ന് ചോദിക്കുക. പക്ഷേ പാല് പറ്റണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പാൽ ഉപയോഗിക്കുക. പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് കണ്ട റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇതുപോലുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അന്ന്
ഒത്തിരി പേര് ചെയ്ത് നോക്കിയതാണ്, റിസൾട്ട് കിട്ടിയതുമാണ്. അന്ന് ഞാൻ കയ്യിലോ കാലിലൊക്കെ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, 2 കൈയും കാലും തമ്മിലുള്ള വ്യത്യാസവും മുഖത്തിൽ വന്ന വ്യത്യാസമൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ചെയ്തതാണ്. പിന്നെ കുറേ കാലം ഞാനത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് കണ്ടിട്ട്. അതെൻ്റെ സ്കിൻ വൈറ്റനിങ്ങിനും നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി എനിക്ക് എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തിനാ അപ്പോൾ നമ്മൾ നുണ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഓരോന്നും പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറ്റണതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ ഒരുപാട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ജോലിക്ക് എവിടെ പോകണമെന്നൊക്കെ എല്ലാവരും ചോദിച്ചു. ഇവിടെ ഒരു കമ്പനിയിലാണ് ഞാൻ ജോലിക്ക് പോണത്. കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസുകളുടെയൊക്കെ ഓൺലൈനായിട്ട് കൊടുക്കണം, നമ്മുടെ നൈക്കയിലും ഒക്കെ കൊടുക്കണ ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായി. കുഴപ്പമില്ല, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പോണോടത്തോളം ഇങ്ങനെ പോട്ടെ വിചാരിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ചേട്ടൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയതിനു ശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല. കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ലോൺ അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ കിടക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം യൂട്യൂബിൽ നിന്ന് പൈസയൊന്നും കിട്ടണില്ല. 2 വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നല്ല, അത് കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്. പിന്നെ വ്യൂസൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ പൈസയൊന്നും കിട്ടണില്ല. അപ്പോൾ എന്തായാലും ഞാൻ ജോലിക്ക് ഇറങ്ങി. ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എനിക്ക്. എങ്ങനെയാണ്, എന്താ ഇവിടുത്തെ ഭാഷയാണെന്ന് വെച്ചാൽ ഹിന്ദിയാണ്, എങ്ങനെയാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അധികം മലയാളികളായിട്ടായിരുന്നു ഞാനിവിടെ കമ്പനി, ഇവിടെയാണെങ്കിലും ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പോയി നോക്കുമ്പോൾ എല്ലാവരും നല്ലപോലെ സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ദിവസം രാവിലെ ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് രാവിലെ പോവും. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഞാൻ വരണത് 7 മണിയാവും, 6:45 അത്രയൊക്കെ ആവും വരുമ്പോൾ. പിന്നെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തിരക്കാവും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു, അങ്ങനെ വിചാരിച്ചിരുന്നാലും ശരിയാവില്ല, എൻ്റെ സ്കിന്നും നാശമായി പോകും ഞാൻ സ്കിന്ന് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ വഴി എന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കാണാറില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആ ഒരു പ്രാർത്ഥനയും, അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ തന്നെ ഒരുപാട് പേര് ആശ്വസിപ്പിച്ചു. അപ്പോൾ നമുക്കതൊക്കെ ഒരു വലിയൊരു സന്തോഷമാണ് കേട്ടോ. കാരണം നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് തോന്നും. അങ്ങനെയൊക്കെ നമുക്കൊരു ആശ്വാസവാക്കൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരൻ, ഇപ്പോൾ നാട്ടിൽ പോയേക്കുക. അപ്പോൾ ഞാനും കുട്ടികളും ഇപ്പോൾ ഇവിടെയാണ്, നാട്ടിലിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അങ്ങനെയൊക്കെ പോകണം എൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവനും മസാജ് കൊടുത്തു. തൊണ്ടയ്ക്ക് വേദന, ചുമയൊക്കെ മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 15-20 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓയിലി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് ഫേസ് വാഷ് നിങ്ങൾക്കത് യൂസ് ചെയ്യുക. അല്ല, നിങ്ങൾ ഫേസ് വാഷ് പൗഡർ ഞാൻ ഉണ്ടാക്കി കാണിച്ചത് അതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കയ്യിലിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതാക്കിയിട്ട് മുഖത്ത് ഒന്ന് തേച്ചിട്ട് കഴുകിക്കളയുക. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. ഞാനൊന്നും തേച്ചിട്ടില്ല, ഫേസ് വാഷ് പൗഡർ ഒന്നും തേച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ്. ചെറുതായിട്ടൊരു ഓയിലി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. രാത്രി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി നമ്മൾ ഇതിട്ടിട്ട് അങ്ങോട്ട് കിടന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഇതൊക്കെ പൊക്കോളും. എന്നിട്ട് മുകളിൽ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസറും കൂടി ഉപയോഗിച്ചിട്ടാണ് കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.